ഗൈസ് ഇന്ന് പെട്ടിപ്പൊട്ടികൾ വീഡിയോ ഉണ്ടോ? നാട്ടിൽ നിന്ന് പത്താമയും കൂടി ഒരു 3 പെട്ടി സാധനം ആകുന്നു. ഇല്ല എന്തൊക്കെയാന്ന് എനിക്ക് അറിയില്ല, അവരോട് പറഞ്ഞില്ലേ. പക്ഷെ ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. മുമ്പ് ക്യാമറ 2 ദിവസം ഓഫ് ആയതുകൊണ്ട് ഇവർക്ക് കാണാൻ പറ്റുമായിരുന്നു എന്തൊക്കെയാന്നുള്ളത്. അത് കണ്ടിട്ടില്ല. ക്യാമറ 2 ദിവസം ഓഫ് ആക്കി വെച്ചേക്കുന്ന കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ പാക്ക് ചെയ്ത് വെച്ചേക്കണെന്ന് അറിയാൻ പാടില്ല. പൊട്ടിക്കാൻ പോകും. അത് നമുക്ക് വലിയ പെട്ടി പൊട്ടിക്കാം. അതുപോലെ വലിയ പെട്ടി പൊട്ടിക്കട്ടാ. പെട്ടി ഓപ്പൺ പെട്ടി ഓപ്പൺ ചെയ്യാ എന്നാണ് പറയണ്ടേ. സ്കൂളിൽ പോണേക്കും പിന്നെ സ്കൂളിൽ പോയ എന്തായിരിക്കും അവൻ. ഇതിന്റെ ലോക്ക് എത്രയാ? നല്ല ലോക്ക് ഗൈസ്. ഈ പെട്ടിക്ക് പപ്പിട്ട ലോക്ക് ലോകത്ത് ആർക്കും പിടിക്കാൻ പറ്റില്ല. അതാണ് ഈ പെട്ടിയുടെ പ്രത്യേകത. 1 2 3 എന്തൊക്കെയാണോ എന്റെ അമ്മ. ഇത് ഫുള്ള് ഡ്രസ്സാണോ? എല്ലാത്തിലും മെയിൻ സാധനം ബാക്കിലിരിക്കുന്ന പെട്ടിയിലാണ്. എല്ലാത്തിലും ഉണ്ട്. ഇതൊക്കെ ഡ്രസ്സാണല്ലോ. അതിന്റെ ഇടയിലുണ്ടാവും. മിത്ര ചാച്ച താഴെ ഇരുന്നോ, കുമ്പിട്ട് നിക്കണ്ട. ഇത് ഫുള്ള് ഡ്രസ്സാണല്ലോ. ഓ ഇത് രാവിലെ ചായക്ക് പച്ചരി വാങ്ങിച്ചേക്കണാണ്. ചായക്ക് പച്ചരിയാ? പച്ചരി പൊടിച്ചു കൊടുക്കാൻ. ഓ പിന്നെ ഐസ് കണ്ടില്ല. പിന്നെ 5 എണ്ണം കൊണ്ടുപോയാ? അതാ എനിക്കാണേ, അവക്ക് കിട്ടില്ല പറഞ്ഞേക്കാം. അതാ നീ എണീക്കണേക്കുമ്പോൾ പോയതാ. ചക്ക വറുത്തത്. വാവ്, ഒക്കെ നവ്യാണല്ലോ. കുഴലപ്പം കൊറേയൊക്കെ പൊട്ടി. പൊട്ടിയാലും സാരില്ല, പൊടി കഴിക്കും. അച്ചാറാണോ? അച്ചാറാണോ? അച്ചാറ് 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 അച്ചാറ്. ഓ ഗായ്സ്, വീണ്ടും കുഴലപ്പം. കുഴലപ്പം പൊട്ടിക്കാണ്ട് എന്തായാലും ഇങ്ങോട്ട് എത്തില്ല. കിട്ടി, പൊട്ടി മാത്രം പൊട്ടിയില്ല, ബാക്കിയൊക്കെ പൊട്ടി. കുഴലപ്പം എന്തായാലും പൊട്ടുമല്ലോ. വീണ്ടും കുഴലപ്പം. വീണ്ടും കുഴലപ്പം. എനിക്കൊരു ഡോണിന് കുഴലപ്പം ഇഷ്ടമാണല്ലേ. ഇതാണ് കുഴലപ്പം. അപ്പൊ ഈ പെട്ടി കഴിഞ്ഞല്ലേ? ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇപ്പുറത്തോട്ടെ ശരിക്കും നോക്കിക്കോ. ഇതിനകത്താണ്. ഇതിലെന്ത് പ്രത്യേകിച്ച്? ഇതിനങ്ങനെ ഒന്നും കാണാനില്ല. ഇതിലൊന്നും ഇല്ല. ഇനി ഡ്രസ് എന്നോട് ഇതിലൊന്നുമില്ല. ഇത് കഴിഞ്ഞു. ഈ പെട്ടി വളരെ നിരാശപ്പെടുത്തി. സാധനം കാണാനില്ല. ആദ്യത്തെ പെട്ടി തന്നെ നിരാശപ്പെടുത്തി. ബീഫ് ഇവിടെ നോക്കട്ടെ. അതാണോ അന്വേഷിച്ച് കിടക്കണേ? ബീഫ് കണ്ടില്ലെങ്കിൽ മോളെ ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞേ. ഒരു ബീഫിന് നീ എന്നെ ഡിവോഴ്സ് ചെയ്യല്ലേ? കോഴിമുട്ട എന്തായാലും ഇല്ലാന്ന് പറഞ്ഞു. കോഴിയൊക്കെ പൊരുത്തിയെന്നാണ് അമ്മ പറഞ്ഞേക്കണത്. കോഴി പൊരുത്തിയതാണോ മക്കൾക്ക് മാറ്റി വെച്ചാണോ ദൈവത്തിന് അറിയാം. എത്ര ഇതിന്റെ പാസ്വേഡ്? അത് 1 2 3 ആയിരിക്കും. ഓ ഗായ്സ്, ഇത് നിധി കുംഭം. ഇതിലാണ് സാധനങ്ങൾ മൊത്തം. ആരാ? കുറച്ച് ബാക്കിലേക്ക് ആർക്ക്. ഇത് അച്ചപ്പാന്ന് എഴുതി വെക്കേണ്ടി വരും. ഒരു തരി പോലും കാണാനില്ല. എനിക്കാണ് ഇരിക്കാൻ പറ്റടി. ചെറുപാട് എനിക്ക് ആവശ്യമായിരുന്നു. പ്ലം കേക്ക്. ഇതാണ് മോൻ ഇന്നലെ പറഞ്ഞേ അമ്മക്ക് കേക്ക് കൊണ്ടുവന്നുണ്ടെന്ന്. ഇത് ഏതപ്പൻ്റെ ഊണിന്റെ പാത്രമാണോ? ബൂസ്റ്റാ? കടുകാണോ? പോയി. പഴം കൊറേ ഉണ്ട്. ഏതപ്പൻ്റെ ഊണിനാന്ന് തോന്നുന്നു. കൊറേ ഡോണിന്റെ ഇതായിരിക്കും അല്ലേ?
പഴം കാണുമ്പോൾ ഡോണിനെ കുളിപ്പിക്കണത് ഓർമ്മ വരും എനിക്ക്. എന്താ എന്താ കടുമാങ്ങിയാ ഇതിൽ ഏതോ ഒന്നില് ബീഫ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്. അമ്മയുടെ ചെരുപ്പാണോ? എന്തിട്ടത്? അതില് എഴുതിണ്ടാ? ഇല്ല, നാടൻ കോഴി. ഇത് ആവശ്യമുണ്ട്, ഇവിടെ ഇരിക്കട്ടെ. ഇരിക്കാം. നാടൻ കോഴിയുടെ കമനീയ ശേഖരം. അച്ചാറുണ്ടോ? അത് എന്നിട്ടാ പുളിയിഞ്ചിയ. ചക്ക വരട്ടിയത്. എന്നിട്ടത് നാടൻ കോഴി. ഓക്കെ, നാടൻ കോഴി. എന്നിട്ടത് ഫ്രിഡ്ജ് വെച്ചാണല്ലോ. അത് തേങ്ങ. ഒരു പുറത്ത് തേങ്ങ ചേർക്കിയതാ. ഇത് എത്ര ദിവസം ഇരിക്കും? 2 ദിവസം കൊണ്ട് ചീത്തയാവും. അതെങ്ങനെ ഫ്രീസറില്? ഞാൻ വന്നപ്പോ കൊണ്ടുവന്നിട്ട് എത്ര ദിവസം ഇരുന്നേ? തേങ്ങ കൈയിട്ടിളക്കാൻ. ഇതൊക്കെ ചീത്തയാവുന്ന എനിക്ക് തോന്നുന്നു. പാടും. ഇല്ലടാ, ഫ്രീസറിൽ വെച്ചാ മതി. തേങ്ങ ചെറുക്കി കൊണ്ടുനിൽക്കണ്. എന്നിട്ടത് വെളിച്ചെണ്ണ കാച്ചി വെളിച്ചെണ്ണ. കാന്താരി ചില്ലി. ഇത് ഡോണുവിന് ആവശ്യമുണ്ട്. കുറുമ്പ് കൊള്ള പുതപ്പ്. RCM നൂഡിൽസ്. ഇത് കുറെ പേര് ചോദിക്കണ്ടേ ഗൈസ്. പപ്പ RCM നൂഡിൽസ് മാത്രമേ മേടിക്കൂ. സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയാന്ന് അപ്പ പറയണം. ഇല്ല, അന്ന് വീഡിയോ ടൈം കുറെ പേര് പറയണ്ടായിട്ടാ ഞങ്ങളും ഇതാണ് യൂസ് ചെയ്യണമെന്നൊക്കെ. RCM നൂഡിൽസ് എന്താ മൈദ അല്ല, ഗോതമ്പ? നവ്യയുടെ വട്ടയപ്പം. ഇതൊന്നും ഞാൻ പൊരിക്കും. ഞാൻ വട്ടയപ്പം നല്ല നാടൻ കോഴിക്കറിയും വേണം. അതെ ഗൈസ്, ഇന്ന് എനിക്ക് ഡയറ്റ് ഒന്നുമില്ല, സോറി. ചീറ്റ് ഡേ ആണ് ഗൈസ്. വട്ടയപ്പം. ഗൈസ് വീണ്ടും സീ പൊറോട്ട. ഡയറ്റ് ഒക്കെ പോയി. ഇവര് രണ്ടുപേരും അടിയാവും. അമ്മക്ക് നൂല് തയ്ക്കാനാണ്. മുളക് പൊടി ബാർ സോപ്പാ. കാശ്മീരി അല്ലേ? അത് പുറത്തെടുത്ത് വെച്ചാ. മുളക് പൊടി പുറത്തെടുത്ത് വെച്ചാ. മുളക് പൊടി. green beans. ഉഴുന്നാണത്. മഞ്ഞപ്പൊടി. ഇതൊക്കെ വീട്ടിലുണ്ടായി. അലിസ്റ്ററിന്റെ പൗഡർ ആണുള്ളത്. അലിസ്റ്ററിന്റെ സ്നഗ്ഗി. കുരുമുളക് പൊടിയാ. മുള്ളുള്ള സാധനോ? പിന്നെ അലിസ്റ്ററിന്റെ ആണോ? ഇതൊക്കെ ഇവിടെ തന്നെ വെച്ചോ. അലിസ്റ്ററിന്റെ അല്ലേ മൾട്ടിവിറ്റാമിൻ. അലിസ്റ്ററിന്റെ സോപ്പ്. ഓക്കെ, ഇതൊക്കെ അലിസ്റ്ററിന്റെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ്. അലിസ്റ്ററിന്റെ മൾട്ടിവിറ്റാമിൻ. ഇതൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. എന്നിട്ടത് അരിപ്പൊടിയാ. റവ. ചാച്ചന് ഞാൻ വീണ്ടും ഉപ്പുമാവ് ഉണ്ടാക്കി സെറ്റാണ്. അമ്മ ഉണ്ടായിക്കോളും. റവ കണ്ടപ്പോ തന്നെ എനിക്ക് പേടിയായിരുന്നു. നീ ഇവിടെ ഉപ്പുമാവ് തൊടണ്ട, നിനക്ക് അറിയില്ല അത്. എന്നിട്ടത് ഇതാ ലിസ്റ്ററിന്റെ സോപ്പുണ്ടോ? പാത്രം കഴുകുന്നാണോ? ഇപ്പൊ എനിക്ക് വേണം മക്കളെ ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടെന്നു. എന്നിട്ടാ ചെറുപാട് അലിസ്റ്ററിന്റെ സാധനങ്ങളേ. ഇത് മറ്റേ ഉഴുന്നൊക്കെ അല്ലേ? അലിസ്റ്ററിന്റെ സാധനങ്ങൾ ഞാൻ ചെപ്പിലാക്കാം. അലിസ്റ്ററിന്റെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ സെപ്പറേറ്റ് ആക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നോക്കി പിടിക്കാണ്ട് പതിയെ. ഞാൻ തൊര പിടിക്കുന്ന അറിയാലോ. അതാ ഞാൻ പറഞ്ഞ പതുക്കെ ചെയ്യാൻ. തൊര പിടിക്കുമ്പോ അലിസ്റ്ററിന്റെ ഫുൾ സെറ്റ് ആണ്. ചൂടിന്റെ അങ്ങനെ ഫൈനൽ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോ എന്തൊരു വെയിറ്റ്. ഇതിലെന്തെടുക്കാനാ? 30 ഉണ്ടോ? അത് 50 ഉണ്ടോ? അമ്മേ എടുത്തിട്ടില്ലേന്ന് വന്ന വഴി ഞാൻ പറപ്പിക്കണ്ടാവും. ഞാൻ പറഞ്ഞു അങ്ങനെ സ്വഭാവമാണ് ഗൈസ്.
ഞാൻ ആഗ്രഹിച്ച സാധനം കിട്ടിയിട്ടുണ്ടല്ലോ. ആ ജെട്ടിയാ ഒരു ജെറ്റ് കിട്ടീന്ന്. പത്മനാഭസ്വാമി ക്ഷേത്രം തുറന്ന പോലെ ഉണ്ടല്ലോ. ഇതെന്താണത്? കലവറ. ജെറ്റ് കിട്ടിയാ? കലവറ. ആ ഏ ഓക്കെ ഓക്കെ. എ കലവറ, ബി കലവറ, ഇത് സി കലവറ. സി കലവറ സാധനങ്ങളാണ്. അച്ചാർ പൊടി, രസം പൗഡർ, മുതിര. ഇത് ഇവിടെ പലചരക്കട പപ്പ പാർട്ട് ടൈം ആയിട്ട്. ഉഴുന്ന്, എഗൈൻ ഉഴുന്ന്. ദോശമാവ് വാങ്ങണ്ട ഇനി. ഇതിപ്പോ ടിക്കറ്റ് കൂടുതൽ സാധനങ്ങൾ പിടിച്ചായിട്ട് ബ്രഷൊന്നും പിന്നെ ഇവിടെ കിട്ടൂലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ബ്രഷും ഉണ്ട് അവർക്ക്. എടാ അവർക്ക് എല്ലാം ഉണ്ട്, ബ്യൂട്ടി പ്രൊഡക്ട്സ്. എന്നിട്ട് നെയ്യാ എന്തിട്ടാണോ? ഇത് എന്താണ്ടൊക്കെ തിന്നാള്. ചാച്ചൻ അന്വേഷിക്കണത് കൺമുന്നിൽ കിട്ടണം. അയർ ഓയിലാ? ഇത് വെള്ളം പോലെ ഇരിക്കണ്. ഞാനും ഇറച്ചി കണ്ട എനിക്ക് പറഞ്ഞൂടെ, ഇറച്ചി ജ്യൂസ് ആക്കിയെന്ന്. ബീഫ് എടുത്തിട്ടില്ലാന്ന് തോന്നണട്ടാ. ഇത് ഫുള്ള് ബീഫ്. ഞാൻ തിന്നു മരിക്കുന്നു. ബീഫും പോർക്കും. പിന്നേക്കൊരു പൊടി ഇത് മാറ്റി വെച്ചു. അവല് അതില് കിടക്കണത് മുഴുവൻ RCM. അതെ, അവന് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ ആട്ടയും RCM ഇതൊക്കെ എന്തിനാ? എന്റെ പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ, അല്ലെങ്കിൽ മാഗി കൊടുക്കുന്ന RCM മാഗി മാത്രം പപ്പ കൊടുക്കുന്നു. പപ്പ ഇത് ഡയറക്റ്റ് അവരുടെ ഫാക്ടറി പോയി കണ്ടേക്കണതാ. നിങ്ങക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലേ? ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. കൊറേ തക്കിട തരികട സാധനങ്ങളാണ്. RCM കൈ വെക്കാത്ത മേഖല പ്രഗ്നൻസി മാത്രം ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു. കുട്ടികൾ ഉണ്ടാക്കുന്ന മേഖല മാത്രം കൈ വെക്കാത്ത, ബാക്കി എല്ലാവരും കൈ വെച്ചു. ഇത് RCM ആണോ? മിക്കവാറും ഇനി നാട്ടിൽ നിന്ന് കുറെ പ്രൊഡക്ട്സ് ഇങ്ങോട്ട് നിരോധിക്കാൻ ചാൻസ് ഉണ്ട് ഈ വീഡിയോ വരുമ്പോഴേക്കും. ഗൈസ് എനിക്ക് തോന്നുന്നു പപ്പ താഴത്തെ ഒരു സ്റ്റേഷനറി കടയിട്ട് ഇത് വിൽക്കാം. നാട്ടിൽ നിന്ന് പുറത്ത് പോണതാണ്. വെട്ടിക്കട ഒരു വണ്ടി, ഒരു ലോഡ് സാധനങ്ങൾ. അല്ല, RCMന്റെ പാഡ് സൂപ്പർ ആണ് കേട്ടോ. നൂഡിൽസ് RCMന്റെ പാഡ് വരുന്നുണ്ട്. പാഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെരി നൈസ്. RCM പ്രോട്ടീൻ പൗഡർ കണ്ടുപിടിച്ചോ? RCM പ്രോട്ടീൻ പൗഡർ ഉണ്ടോ? ഞാൻ അറിഞ്ഞല്ല. പക്ഷെ സംഭവം ഒരു മാഗി സൂപ്പറാണ്, അതെനിക്കിഷ്ടമാണ്. അത് ഉള്ള പോലെ ഞാൻ പറയും. RCMന്റെ മാഗി സൂപ്പറാ. പാഡിന്റെ കേസ് എനിക്ക് അറിയാൻ പാടില്ല. RCMന്റെ സ്റ്റോർ ഇടപ്പേ ഗൈസ്. പപ്പ RCMന്റെ സ്റ്റോർ ദുബായിലിടാൻ പോണ, കമ്മിങ് സൂൺ. അങ്ങനെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പെട്ടി ഓപ്പൺ ചെയ്ത വീഡിയോ, പെട്ടി പൊട്ടിക്കലല്ല, പെട്ടി ഓപ്പൺ ചെയ്ത വീഡിയോ. പെട്ടി പൊട്ടിക്കലല്ല, പറ എങ്ങനെ പറയാ? അത് പറയാനേ ഗൈസ്. ഇന്നലെ വന്നവന്റെ മൂത്ത മോന്റെ സംഭാവന നെഞ്ചിമുള്ളതോ വന്ന ഉടനെ എനിക്ക് കിട്ടി. ഞാൻ കൃതാർത്ഥനായാല്. ബാക്കി വീഡിയോസ് നമുക്ക് വഴിയെ കാണാം. ഓക്കേ, അതല്ല കൊടുപ്പനൊക്കെ പഞ്ചസാര ഇതൊക്കെ ഞാൻ വീട്ടിലുള്ള സാധനങ്ങൾ ചെറുപയർ. ഇതിന്റെ വലിയമ്മ തന്നതാട്ടാ ചക്ക വരട്ടി. ഞാൻ വരട്ടി ചേച്ചി വലിയമ്മ പഴം ചക്ക പഴം തന്നു. പിന്നെ അമ്മാമ്മ
തന്ന കണ്ണിമാങ്ങ അത് വേണമെങ്കിൽ കണ്ണിമാങ്ങ ഒരെണ്ണം എടുത്ത് കാണിച്ചു. കണ്ണിമാങ്ങ മുത്തമ്മ അമ്മാമ്മ. ആയ്. അമ്മാമ്മ സ്പെഷ്യൽ. ഏയ് ആയ്. വയറ് വെള്ളമല്ലേ കൊതിയിടും അല്ലെങ്കിൽ ഒരു കഷ്ണം കൊടുക്കട്ടെ അല്ലെങ്കിൽ കൊതിയിടും. അറിയുണ്ട് പേരക്കടാർക്ക് കൊടുത്തയച്ചേക്കണം കേട്ടോ. അടിപൊളി. ചെമ്മീനച്ചാറ ാണോ ആ എനിക്കാണ് നാളെ ചിക്കൻ പൂവൻ കോഴി പൂവൻ ബീഫ് പോത്ത് ബീഫ് ബീഫ് 3 പൊതി ഉണ്ടാവും. ബീഫ്. പോർക്ക് 3 പൊതി ഉണ്ടാവും. പോർക്ക് 3 പൊതിയില്ലേ? ഇനിയും വരുന്നുണ്ട്. ഓക്കെ, ഒരു ചെറിയൊരു പൊതിയും കൂടി ഉണ്ട്. ഓക്കെ ഗായ്സ് 2 മാസത്തേക്ക് പപ്പയും അമ്മയും കൂടി ദുബായിക്ക് വന്ന സാധനങ്ങളും കണ്ടു. ഓക്കെ, ഇങ്ങനെ പെട്ടി പൊട്ടിക്കൽ വീഡിയോ ഇവിടെ സമാപിച്ചിരിക്കുന്നു. 2 മാസം കഴിഞ്ഞ് പുറത്തുനിന്ന് മേടിക്കണ്ട.